പിടിക്കാൻ വി.ഡി. സതീശൻ ഗ്രൂപ്പ് കോൺഗ്രസിൽ നീക്കം ശക്തം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന പുതിയ നീക്കങ്ങളുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശനും കൂട്ടരും രംഗത്ത്. പാർട്ടിയിൽ തനിക്കെതിരെയുള്ള നീക്കങ്ങളെ പ്രതിരോധിക്കാനും കോൺഗ്രസ് സംഘടനാ രംഗത്ത് പൂർണ്ണാധിപത്യം ഉറപ്പിക്കാനുമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പുതിയ ഗ്രൂപ്പ് സജീവമായതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മദ്യനികുതി ഇളവ്, കരിമണൽ ഖനനം തുടങ്ങിയ വിവാദ തീരുമാനങ്ങളിൽ കോൺഗ്രസിലും UDF മുന്നണിയിലും മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം പുകയുന്നതിനിടയിലാണ് ഈ പുതിയ രാഷ്ട്രീയ നീക്കം. ഇതിന്റെ ഭാഗമായി ജില്ലകളിൽ ഗ്രൂപ്പ് യോഗങ്ങൾ ചേരാൻ നീക്കം ശക്തമായി. കോൺഗ്രസിന്റെ ഉടമസ്ഥതയിലുള്ള രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠന ശിബിരം സംഘടിപ്പിച്ച് BJP. കോൺഗ്രസ് നേതാവ് സണ്ണി ജോസഫ് ചെയർമാനായ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് BJP കാട്ടാക്കട മണ്ഡലം കമ്മിറ്റിയുടെ പഠന ശിബിരം നടന്നത്. BJP നേതാവ് R. ശ്രീലേഖയാണ് ഈ പഠന ശിബിരം ഉദ്ഘാടനം ചെയ്തത്. കോൺഗ്രസ് മുൻകൈയെടുത്തു നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ BJPയുടെ രാഷ്ട്രീയ പരിപാടി നടന്നത് വിവാദമായതോടെ കോൺഗ്രസ് നേതൃത്വം വെട്ടിലായി. ലോകകപ്പ് ഫുട്ബോളിൽ പനാമയെ 2-0 കെട്ടുകെട്ടിച്ച് ഇംഗ്ലണ്ട് തങ്ങളുടെ അന്തിമ ഗ്രൂപ്പ് മത്സരം പൂർത്തിയാക്കി ഗ്രൂപ്പിൽ ജേതാക്കളായി. താരതമ്യേന മന്ദഗതിയിൽ ആരംഭിച്ച കളിയുടെ 62-ാം മിനിറ്റിൽ ജൂഡ് ബെല്ലിംഗ്ഹാമിലൂടെയാണ് മുൻ ചാമ്പ്യന്മാർ ആദ്യ ഗോൾ നേടിയത്. മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ നടന്ന FIFA ലോകകപ്പ് 2026 മത്സരത്തിൽ ജൂഡ് തന്നെയാണ് 67-ാം മിനിറ്റിൽ 3 ലയൺസിന് വേണ്ടി ഹാരി കെയ്ന് 2ാം ഗോൾ നേടാൻ പന്തെത്തിച്ച് നൽകിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നീക്കങ്ങളെ ശക്തമായി എതിർത്ത് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള നീക്കത്തെ അന്നും ഇന്നും താൻ എതിർക്കുന്നുവെന്നും ഇക്കാര്യത്തിൽ എക്കാലത്തും ഒരേ നിലപാടാണുള്ളതെന്നും അദ്ദേഹം കൊട്ടിയത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ ഭിന്നത നിലനിൽക്കുന്നുവെന്ന ചർച്ചകൾക്കിടയിലാണ് തിരുവഞ്ചൂർ തന്റെ നിലപാട് പരസ്യമാക്കിയത്. ജില്ലയിൽ കോളറ സ്ഥിരീകരിച്ചെന്ന ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ പ്രസ്താവന പരസ്യമായി തിരുത്തിയ പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TV റോഷനെ സ്ഥലം മാറ്റി. വയനാട് കൽപ്പറ്റ ജനറൽ ആശുപത്രി സൂപ്രണ്ടായാണ് പുതിയ നിയമനം. മന്ത്രിയെ തിരുത്തി ദിവസങ്ങൾക്കകമുണ്ടായ ഈ അടിയന്തര നടപടി രാഷ്ട്രീയ പ്രതികാരത്തിന്റെ ഭാഗമാണെന്ന ആക്ഷേപം ശക്തമായിട്ടുണ്ട്. വടക്കുകിഴക്കൻ ഫ്രാൻസിലെ ടോംബ്ലെയിൻ നഗരത്തിൽ ചെറുവിമാനം തകർന്നു വീണ് 11 പേർ മരിച്ചു. ഒരു സ്കൈ ഡൈവിംഗ് സ്കൂളിന്റെ ഉടമസ്ഥതയിലുള്ള പിലാറ്റസ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റും 10 യാത്രക്കാരും സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. 5 സ്കൈ ഡൈവിംഗ് പരിശീലകരും 5 വിദ്യാർത്ഥികളുമാണ് വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാർ. KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ വനമേഖലയായ ഗവിയിലേക്കുള്ള ബസ് സർവീസുകളിൽ വൻ തിരക്ക്. സീറ്റുകളുടെ എണ്ണത്തേക്കാൾ 3 ഇരട്ടിയോളം യാത്രക്കാരെ കുത്തിനിറച്ചാണ് നിലവിൽ ബസ്സുകൾ സർവീസ് നടത്തുന്നത്. വന്യമൃഗശല്യവും കഠിനമായ വളവുകളുമുള്ള വനപാതയിലൂടെയാണ് ഈ അപകട യാത്രയിൽ യാത്രക്കാരും നാട്ടുകാരും ഒരേപോലെ ആശങ്കയിലാണ്. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 10 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നിലവിലുള്ളത്. ആറ്റുകാലിൽ 27 വയസ്സുകാരിയായ ആരതി വാടക വീട്ടിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് അതുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ക്രൂരമായ ഗാർഹിക പീഡനത്തെ തുടർന്നാണ് യുവതി ആത്മഹത്യ ചെയ്തതെന്ന പ്രാഥമിക കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മരണപ്പെടുന്നതിന് തൊട്ടുമുൻപ് ഭർത്താവ് തന്നെ ക്രൂരമായി മർദ്ദിച്ച വിവരം ആരതി അമ്മയെ ഫോണിൽ വിളിച്ച് കരഞ്ഞു പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുടെ ചിത്രങ്ങൾ ആരതി തന്റെ മൊബൈൽ ഫോൺ വഴി അമ്മയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. വെനസ്വേലയിൽ ഇരട്ട ഭൂകമ്പത്തിൽ മരണസംഖ്യ കുത്തനെ ഉയർന്നു. ഇതുവരെ 1403 പേർ മരിച്ചതായാണ് കണക്ക്. ലാഗ്വൈറസ് സംസ്ഥാനത്ത് നടത്തിയ തെരച്ചിലിൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയതോടെയാണ് മരണസംഖ്യ കുത്തനെ ഉയർന്നത്. ഞായറാഴ്ച പുലർച്ചെ 5.6 തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂകമ്പവും രാജ്യത്തുണ്ടായത് രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തി. 24-നാണ് വെനസ്വേലയെ അടിമുടി ഒലിച്ച ഇരട്ട ഭൂകമ്പമുണ്ടായത്. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.